Welcome all. We are starting a new chapter, materials. So, നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് ആണ്. അതിലെ ഫസ്റ്റ് എലമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, മെറ്റീരിയൽ. സോ മെറ്റീരിയൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആവാം, കോമ്പണൻസ് ആവാം, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആവാം, മെയിൻ്റനൻസ് മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ടൂൾസ് ആവാം, അല്ലെങ്കിൽ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് ആവാം. സോ ഒരു പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, ബേസിക് ആയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ 50 to 70% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ലൈസ് വിത്ത് ദ മെറ്റീരിയൽസ്. സോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന എക്സ്പെൻസസിൽ 50 മുതൽ 70% വരെ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. So before entering into the topic material control, we would like to discuss something about inventory. ഇൻവെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻവെൻ്ററി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക്, ദാറ്റ് ഈസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്റ്റോഴ്സ്. സോ ഈ റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഇടയിലുള്ള അവസ്ഥയിലുള്ള, അതായത് വർക്ക് തുടങ്ങി എന്നാൽ കംപ്ലീറ്റ് ആവാത്ത ടൈപ്പ് പ്രോഡക്റ്റുകളെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റോക്ക്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക്, അതുപോലെ സ്റ്റോഴ്സിൻ്റെ സ്റ്റോക്ക്. എന്താണ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് അതർ ഐറ്റംസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ റൂം, അതായത് കമ്പോണൻസ്, ടൂൾസ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, പാറ്റേൺസ് എക്സെട്ര. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. സോ സ്റ്റോഴ്സും റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസും ഫിനിഷ്ഡ് ഗുഡ്സും ഇതിൻ്റെ എല്ലാം സ്റ്റോക്ക്, അതിനെല്ലാം നമ്മൾ സംഭരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അതെല്ലാം നമ്മളുടെ സ്റ്റോർ റൂമിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് കംസ് ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് മെറ്റീരിയൽസും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും. സോ എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ചാർജ്ഡ്. നമുക്ക് ഈ മെറ്റീരിയൽസിനെ ഡയറക്റ്റ്ലി കോസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൂ മേക്കിങ്ങിൽ ലെതർ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. അതുപോലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസിലാണെന്നുണ്ടെങ്കിൽ റോ കോട്ടൺ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതും പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസും നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു പ്രോഡക്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് എത്രയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല. ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. വെരി സ്മോൾ ക്വാണ്ടിറ്റിയിലായിരിക്കും, വെരി സ്മോൾ വാല്യൂലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്യൂയിങ് ത്രെഡ് ഇൻ ഡ്രസ് മേക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ ബുക്ക് ബൈൻഡിങ്ങിൽ നമ്മൾ ഗ്ലൂ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ആവശ്യമാണ്, പക്ഷേ അത് നമുക്ക് ഒരു ഡയറക്റ്റ് മെറ്റീരിയലായിട്ട് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് മെറ്റീരിയലായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ മെറ്റീരിയൽ കൺട്രോളിലേക്ക് കടക്കുകയാണ്. എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ കൺട്രോൾ മീൻസ് കൺട്രോൾ ഓവർ ദി മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എ സിസ്റ്റം വിച്ച് എൻഷുവേഴ്സ് എ പ്രൊവിഷൻ ഓഫ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് പ്ലേസ് അറ്റ് മിനിമൽ കോസ്റ്റ്. സോ നമുക്ക് യഥാർത്ഥത്തിൽ റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആവണം, ശരിയായിട്ടുള്ള ക്വാളിറ്റിയിലായിരിക്കണം, ശരിയായിട്ടുള്ള ടൈമിൽ കിട്ടണം, ശരിയായിട്ടുള്ള പ്ലേസിൽ കിട്ടണം, മിനിമം കോസ്റ്റിലായിരിക്കണം. സോ ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് കൺട്രോൾ
ഓവർ ദ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് യൂസേജ്. നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്ന കാര്യത്തിലായാലും അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലായാലും അത് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തിലായാലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കൺട്രോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ടു അവോയ്ഡ് എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻറ്ററി. നമ്മൾ ഇൻവെൻറ്ററിയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഐഡിലായിട്ട് കിടക്കുന്ന വസ്തുവാണ്. സോ ഇൻവെൻറ്ററീസിൽ എക്സസീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെറ്റീരിയൽ കൺട്രോളിനെ നമുക്ക് 5 R'സിലൂടെ, അതായത് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് സോഴ്സ്, ഇങ്ങനെ നമുക്ക് 5 R's ആണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നത്? നമുക്കറിയാം, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിലൂടെ പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈമിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡിലേ ഉണ്ടാവില്ല. അടുത്തത് വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് പിൽഫറേജ്. അതുപോലെ ഇറ്റ് ലീഡ്സ് ടു ഫുള്ളി യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഫണ്ട് നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ലീഡ്സ് ടു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ദെൻ ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെൻറ്ററി. ഇൻവെൻറ്ററിയിൽ വെറുതെ ഐഡിലായിട്ട് കിടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സ്റ്റോറേജ് കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റും. അതായത് കൂടുതലായിട്ടുള്ള കമ്മോഡിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോറേജ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്നാൽ ആവശ്യമായ സ്ഥലത്ത് അവൈലബിൾ ആകുകയും വേണം. അതുപോലെ എൻഷുർ എഫിഷ്യൻറ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്, മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ടു എനേബിൾ ഇറ്റ് ടു ടേക്ക് ഇൻവെൻറ്ററി ഡിസിഷൻ. ഇൻവെൻറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ മെറ്റീരിയൽ കൺട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. സോ നമുക്ക് ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ, നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോവാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. അതുപോലെ അണ്ടർ സ്റ്റോക്കിങ്ങും ഓവർ സ്റ്റോക്കിങ്ങും ഒഴിവാക്കുക. കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പ്രൊഡക്ഷൻ തുടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതേസമയം ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എക്സസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ പോകുന്നത്. അതായത് വെറുതെ ഐഡിലായിട്ട് സ്റ്റോക്കായിട്ട് അവിടെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതും നമുക്ക് നഷ്ടമാണ്. സോ ഇത് രണ്ടും ഇല്ലാതെ, അണ്ടർ സ്റ്റോക്കിങ്ങും ഇല്ലാതെ ഓവർ സ്റ്റോക്കിങ്ങും ഇല്ലാതെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു ഈ മെറ്റീരിയൽ കൺട്രോളിലൂടെ. അതുപോലെ വേസ്റ്റേജസ് ആൻഡ് ലോസ് ഓഫ് മെറ്റീരിയൽ കുറയ്ക്കുന്നു. ദെൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ദ റൈറ്റ് ക്വാളിറ്റി അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. യഥാർത്ഥ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആകുന്നു മെറ്റീരിയൽസ്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദി മെറ്റീരിയൽസിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ടുള്ള ടൈമിൽ മാനേജ്മെൻറ്റിനെ അറിയിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അടുത്തത് എസെൻഷ്യൽസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഒരു സൗണ്ട് സിസ്റ്റം മെറ്റീരിയൽ കൺട്രോൾ ആവശ്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ആവശ്യമാണെന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നത് ദർ ഷുഡ് ബി പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ എമംഗ് ദ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെ തമ്മിലൊരു ബെറ്റർ കോപ്പറേഷൻ വേണം നമുക്ക് ഈ മെറ്റീരിയൽ കൺട്രോൾ നടക്കണം എന്നുണ്ടെങ്കിൽ. സോ നമ്മളിവിടെ പറയുന്നത് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അപ്പോൾ നമുക്ക് പ്രോപ്പർ കോപ്പറേഷൻ വേണം. അതുപോലെ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ടൊരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. പിന്നെ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ പിന്നെ മെറ്റീരിയൽ റെക്യൂസിഷൻ്റെ ആയാലും ഓർഡറുകളുടെയൊക്കെ ആയാലും ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കണം. പിന്നെ മെറ്റീരിയൽ റിക്വയർമെൻ്റ് ഒക്കെ എത്രയാണ് മെറ്റീരിയൽ ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റൈറ്റ് ടൈമിൽ അത് അറിയിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇൻറ്റേർണൽ ചെക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഇൻറ്റേർണൽ ചെക്കിംഗ് ഉണ്ടാകുമ്പോൾ നമുക്കവിടെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത്. അതുപോലെ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഷുഡ് ബി ഓപ്പറേറ്റഡ് സോ ദാറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം, അതുപോലെ പീരിയോഡിക്കൽ ഇൻവെൻറ്ററി സിസ്റ്റം ഉണ്ട്. പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ അപ് ടു ഡേറ്റ് ഇത് വയ്ക്കുന്ന സിസ്റ്റമാണ് പെർപ്പച്വൽ. സോ അങ്ങനെയുള്ള സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. Then appropriate and suitable records should be maintained to control purchase issues and utilization. അതിനൊക്കെ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്രൈസിങ് നമ്മളിനി പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കുറേ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഉണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. പിന്നെ സ്റ്റോറേജ് നമുക്ക് വെൽ പ്ലാൻഡ് ആയിരിക്കണം. എവിടെ സ്റ്റോർ ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതുപോലെ മിനിമം സ്റ്റോക്ക്, മാക്സിമം സ്റ്റോക്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയൽ കൺട്രോളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് പർച്ചേസിങ് ആൻഡ് റിസീവിങ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു കൺട്രോൾ വേണം. ഓക്കെ, ഒന്നാമത്തെ കൺട്രോൾ വേണ്ടത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ കൺട്രോൾ വേണ്ടത് എന്തിനാണ്, സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ എവിടെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പ്രോപ്പറായിട്ടുള്ളൊരു കൺട്രോൾ വേണം. അത് കഴിഞ്ഞാൽ ഇഷ്യൂ. ഈ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതാത് സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. സോ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ ഈ 3 കാര്യങ്ങളാണ് മെറ്റീരിയൽ കൺട്രോളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഓഫ് മെറ്റീരിയൽസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് ഉള്ളത്. സോ പർച്ചേസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആർട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റോങ് പർച്ചേസസ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. തെറ്റായിട്ടുള്ള പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൂട്ടും. അതുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എൻ എഫിഷ്യൻറ്റ് പർച്ചേസിംഗ് പ്രൊസീജിയർ എൻഷ്യൂർസ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി. നല്ലൊരു പർച്ചേസ് മെത്തേഡാണെങ്കിൽ റൈറ്റ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ കിട്ടും, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടും, റൈറ്റ് ടൈമിൽ കിട്ടും, അതുപോലെ തന്നെ റൈറ്റ് സോഴ്സിൽ നിന്ന് കിട്ടും, റൈറ്റ് പ്രൈസിൽ കിട്ടും. ഓക്കെ, ഈ 5 കാര്യങ്ങൾ 5 R's നമുക്കവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നല്ല ഒരു പർച്ചേസിങ് മെത്തേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ പർച്ചേസിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ 2 തരത്തിലുള്ള പർച്ചേസിംഗ് ഉണ്ട്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും അതുപോലെ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത് ആസ് ദ നെയിം സേസ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പർച്ചേസ് മെറ്റീരിയൽസ് ഫോർ എൻറ്റയർ ഓർഗനൈസേഷനെ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെയുള്ള പർച്ചേസിങ്ങിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറയുന്നത്. സോ അവിടെ ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ടായിരിക്കും, പർച്ചേസിങ് നടത്തുവാനായിട്ട് മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ മെറിറ്റ്സ്? ഇതിൻ്റെ മെറിറ്റ്സ് അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, എഫിഷ്യൻറ്റ് ബൈയിങ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ദ ആർട്ട് ഓഫ് പർച്ചേസിങ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നോളജുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ അത് നമ്മളെ കമ്പനിക്ക് നല്ലതായിരിക്കും. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പർച്ചേസ്. നമുക്ക് ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ മെറിറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് ഡിസ്കൗണ്ട് കുറച്ച് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മെറിറ്റാണ്. ദെൻ റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പർച്ചേസസ് നമുക്ക് കുറയ്ക്കും. ഒന്നിച്ച് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
ദെൻ യൂണിഫോം ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇൻവെൻറ്ററിയിൽ നല്ലൊരു എക്സസീവ് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ ക്ലറിക്കൽ വർക്ക് വളരെ കുറവായിരിക്കും. കാരണം എല്ലാ റെക്കോർഡുകളും ഒരു സ്ഥലത്ത് തന്നെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടും. അതുകൊണ്ട് ക്ലറിക്കൽ വർക്ക് കുറവായിരിക്കും. അതുപോലെ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ. Okay, so these are the merits of centralized purchasing. So what are the demerits of centralized purchasing? ഒന്നാമത്തെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഹ്യൂജ് കോസ്റ്റ് വേണ്ടി വരും. അതുപോലെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതിൽ നമുക്ക് ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ ഡിലേ ആവുകയാണെങ്കിൽ മൊത്തത്തിൽ ഡിലേ ആകും. കാരണം അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സാധനങ്ങൾ കൈമാറാൻ പറ്റുള്ളൂ. അവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷനും ഡിലേ ആകും. അതുപോലെ may not be suitable for plant or branches located at different places which are far and wide. നമ്മളുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ വെവ്വേറെ സ്ഥലത്താണ്, വളരെ ദൂര സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല, അവിടെ നഷ്ടമേ ഉണ്ടാവുള്ളൂ. കാരണം സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അവിടെ പോസിബിൾ ആവില്ല. അതുപോലെ മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസസ് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. സോ നമുക്ക് ABCD എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഗുഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രൊഡക്ഷൻ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിൽ ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്ന സാധനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വലിയൊരു ധാരണ ഉണ്ടാവില്ല. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കും. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു, അതായത് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെങ്കിൽ അതാണ് അവർക്ക് ഗുണം ചെയ്യാം. പക്ഷേ സെൻട്രലൈസ്ഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ റൈറ്റ് ആയിക്കൊള്ളണം എന്നില്ല, അവിടെ റോങ് പർച്ചേസസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ടബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലോക്കൽ പർച്ചേസ്. നമുക്ക് ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ അതൊന്നും നമുക്ക് ഈ ഒരു പർച്ചേസിങ്ങിലൂടെ കിട്ടില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. സോ ഇനി ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള പർച്ചേസുകൾ ചെയ്യുന്നു. അതാണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. സോ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ ഡിമെറിറ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ്. ഓക്കെ, സോ ഈ പോയിൻറ്റ്സ് ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ എന്തൊക്കെ ഫങ്ഷൻസാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ലൊരു പർച്ചേസ് പോളിസി ഉണ്ടായിരിക്കണം, പർച്ചേസ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം, പ്രാക്ടീസസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ എവിടെ നിന്നാണ് നമുക്ക് ബെസ്റ്റ് സോഴ്സ് കിട്ടുക എന്നുള്ള, ബെസ്റ്റ് സപ്ലൈ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ സോഴ്സിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു അവെയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പർച്ചേസ് റിക്വസിഷൻ നമ്മൾ വാങ്ങിക്കണം. അതായത് എത്രയാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, എക്സാക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും എത്രയാണ് വേണ്ടത് എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള ഈ റിക്വസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സപ്ലയേഴ്സിന് എന്ത് കൊടുക്കണം, പർച്ചേസ് ഓർഡറുകൾ പ്ലേസ് ചെയ്യണം. ദെൻ അതുപോലെ പർച്ചേസിങ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓഫ് ഹയർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. അതുപോലെ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ ക്വാളിറ്റിയും ഒക്കെ നമ്മൾ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ അതിൻ്റെ ഇൻവോയ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഇൻവോയ്സിലായിരിക്കും അതിൻ്റെ റേറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുക. സോ ആ ഇൻവോയ്സും നമുക്ക് കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ മാച്ച് ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ പർച്ചേസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട്, അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് purchase department. Okay, so next we come to the purchase procedure. എങ്ങനെയൊക്കെയാണ് പർച്ചേസ് പ്രൊസീജിയർ, പർച്ചേസ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആദ്യമായിട്ട് എന്ത് ചെയ്യും, റിസീവിങ് പർച്ചേസ് റെക്വസിഷൻ. ഓക്കെ,
റിക്വസിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് മറ്റുള്ളവരിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും നമ്മൾ റിക്വസിഷൻ സ്വീകരിക്കുന്നു. എന്താണ് റിക്വസിഷൻ എന്ന് പറയുന്നത്? പർച്ചേസ് റിക്വസിഷൻ ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് ദ മെറ്റീരിയൽസ് ഇൻ സ്പെസിഫൈഡ്. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ABC എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് എങ്കിൽ A ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നു എത്ര ക്വാണ്ടിറ്റി, ഇപ്പോൾ 100 ക്വാണ്ടിറ്റി ആയിരിക്കും വേണ്ടി വരുന്നത്. B ഡിപ്പാർട്ട്മെൻറ്റിന് 120 ക്വാണ്ടിറ്റി ആയിരിക്കും വേണ്ടി വരുന്നത്. C ഡിപ്പാർട്ട്മെൻറ്റിന് 200 ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണ്ട ക്വാണ്ടിറ്റീസൊക്കെ A ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. അപ്പോൾ അവർ അറിയിക്കുമ്പോൾ പിന്നെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? റിക്വസ്റ്റ്, അതായത് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ റിക്വസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ആ റിക്വസ്റ്റ് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റോർ കീപ്പർ. സ്റ്റോറിലായിരിക്കും സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റോർ കീപ്പറാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. 3 കോപ്പികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒറിജിനൽ കോപ്പി ആർക്ക് അയക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കും. രണ്ടാമത്തെ കോപ്പി സ്റ്റോർ കീപ്പർ അയാളുടെ കയ്യിൽ സൂക്ഷിക്കും. ദെൻ മൂന്നാമത്തെ കോപ്പി ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ ദ ഓഫീസ് ഓഫ് ഓതറൈസിങ് എക്സിക്യൂട്ടീവ്. ഇത് ആവശ്യമുള്ള, അതായത് പിന്നെ ഈ ആർക്കാണോ ഇത് ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യുന്നു? ഇത് കീപ്പ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽസ് ആവശ്യമുള്ള ഓതറൈസ്ഡ് പേഴ്സൺ അത് കീപ്പ് ചെയ്യും. ഓക്കെ, സോ പിന്നെ ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ ട്രിപ്ലിക്കേറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ്റെ ഒരു മോഡൽ നോക്കാം. ഇതാണ് പർച്ചേസ് റിക്വസിഷൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നുണ്ട് പ്ലീസ് പർച്ചേസ് ദ ഫോളോയിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ റിക്വസ്റ്റ് ചെയ്യാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇത്ര മെറ്റീരിയൽസ്, അതായത് ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, കോഡ് നമ്പർ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇത്രയും മെറ്റീരിയൽസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്ന ഫോമാറ്റാണ് ഇത്. ഓക്കെ, സോ ഈ ഒരു പർച്ചേസ് റിക്വസിഷൻ ആദ്യം ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്, റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. ദെൻ അത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ്. സോ കൊട്ടേഷൻസും ടെൻഡേഴ്സും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് കൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ? നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഇത്ര മെറ്റീരിയൽസ് വേണം, അല്ലെങ്കിൽ അത് തരാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതാണ് കൊട്ടേഷൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ റിട്ടൺ ലെറ്റർ ഓർ അഡ്വർടൈസ്മെൻറ്റ് ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ ഇൻവൈറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് സപ്ലയർ ടു കോട്ട് ദെയർ ലോവസ്റ്റ് പ്രൈസ്. അവരുടെ ഏറ്റവും, അതായത് ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഏതൊക്കെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആരുടെയാണ് അവരുടേത് ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് അതിലുള്ള പ്രൊസീജിയർ. ഓക്കെ, സോ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. അത് കഴിഞ്ഞാൽ ഈ കൊട്ടേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് സപ്ലയറെ സെലക്ട് ചെയ്യാം. സോ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആരാണോ ചാർജ് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ അവരെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പർച്ചേസ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ, അതിന് ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. അത് 5 കോപ്പിയാണ് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് ഒറിജിനൽ ആർക്ക് കൊടുക്കുന്നു? സപ്ലയർക്ക് കൊടുക്കും. രണ്ടാമത്തെ ഒരു കോപ്പി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യും. ഒരു കോപ്പി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. മറ്റൊരു കോപ്പി കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. ദെൻ ലാസ്റ്റത്തെ കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവരുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, സോ ഒന്നാമത് നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കും. കാരണം സപ്ലയേഴ്സിന് കൊടുക്കേണ്ടത് ഓർഡറാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ സാധനം കിട്ടുന്ന സമയത്ത് ഓർഡർ കൊടുത്ത സാധനങ്ങൾ തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കോപ്പി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് റിസീവ് ചെയ്യുന്നത് അവർക്ക് അറിയണം. അവരാണ് ഈ റിക്വസിഷൻ കൊടുത്തിട്ടുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സാധനം വാങ്ങിക്കുന്നുണ്ടാവുക. സോ അവർ റിക്വസ്റ്റ് ചെയ്ത സാധനങ്ങളല്ലേ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിത് വേണ്ടി വരും. അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഇത് ആവശ്യമുണ്ടായിരിക്കും. അതുപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സോ പർച്ചേസ് ഓർഡറിൻ്റെ ഫോർമാറ്റ് നോക്കുക. ഇങ്ങനെയാണ് ഫോർമാറ്റ് ഉണ്ടാവുക. അതായത് യുവർ കൊട്ടേഷൻ നമ്പർ ഡാഷ് ഡേറ്റഡ് ഡാഷ് ഹാസ് ബീൻ ആക്സെപ്റ്റഡ്. സോ പ്ലീസ് സപ്ലൈ ദ ഫോളോയിങ് ഐറ്റംസ്. ഏത് സപ്ലയറെയാണോ നമ്മൾ സെലക്ട് ചെയ്തത് അവർക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് വേണം, അതുപോലെ ഇത്ര റേറ്റിന്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
റിസീവിങ് ഓഫ് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നു. സോ മെറ്റീരിയൽസ് റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ദ മെറ്റീരിയൽസ് ദ റിസീവിംഗ് ക്ലർക്ക് വിൽ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓർ ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട്. മെറ്റീരിയൽ കിട്ടി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നു. ആര് ഫില്ല് ചെയ്യും? ഈ റിസീവിങ് ക്ലർക്ക്. ആർക്കാണോ അത് കിട്ടിയിട്ടുള്ളത്, അതായത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും ഇത് കീപ്പ് ചെയ്യുന്നുണ്ടാവുക, അവർ വാങ്ങിക്കുന്നുണ്ടാവുക. അവരെന്ത് ചെയ്യുന്നു? ഒരു മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഈ സാധനം റിക്വസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വാങ്ങിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ABC എന്ന് പറയുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ A എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര 100 ക്വാണ്ടിറ്റീസ് അവർ റിക്വസ്റ്റ് ചെയ്തു. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്ന ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, GRN എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ MRN. ഓക്കെ, ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മെറ്റീരിയൽസ് ഓർ ഗുഡ്സ് റിസീവ്ഡ്. അതിൻ്റെ ഫോർമാറ്റാണ് ഇത്. അതായത് റിസീവ്ഡ് ഫ്രം ഡാഷ്, ആരുടെ നിന്നാണ് കിട്ടിയത്, ഇത്ര, അതിൻ്റെ ചലാൻ നമ്പർ എത്രയാണ്, ഇത്ര ക്വാണ്ടിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് അതിൽ പറയുന്നു, മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഗുഡ്സ് റിസീവ്ഡ് നോട്ടും മെറ്റീരിയൽ റിക്വസിഷൻ, അതായത് പർച്ചേസ് റിക്വസിഷനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എത്ര അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അതിൽ വല്ല മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത്. ദെൻ അതിനുശേഷം ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് അത് അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞ് ചെക്കിങ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഇൻവോയ്സ് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഇൻവോയ്സ് വെച്ച് നോക്കുന്നു. ആ ഇൻവോയ്സിലുള്ള എമൗണ്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് അവർ കൊടുക്കുന്നു. സോ ദീസ് ആർ ദ പ്രൊസീജിയർ, പർച്ചേസ് പ്രൊസീജിയർ. ആദ്യം പർച്ചേസ് റെക്വിസിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൊട്ടേഷൻസ് അല്ലെങ്കിൽ ടെൻഡേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സപ്ലയറെ സെലക്ട് ചെയ്യും ഈ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം അവർക്കൊരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഈ പർച്ചേസ് ഓർഡർ പ്രകാരം കിട്ടിയ സാധനങ്ങൾ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്താൽ അവരുടെ അടുത്തുനിന്ന് എന്ത് സ്വീകരിക്കുന്നു? റിസീവ് ചെയ്തു എന്നുള്ള നോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ മെറ്റീരിയൽസ് ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ദെൻ ഇൻവോയ്സ് ചെക്ക് ചെയ്തിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. സോ ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് ഇൻ ദ പർച്ചേസ്. ഓക്കെ.